നമസ്കാരം. എല്ലാവർക്കും AstroDigit.gp ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ 3 എന്നുള്ളൊരു സംഖ്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ 3 എന്നുള്ളൊരു സംഖ്യയെക്കുറിച്ച് ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ ഷോർട്ടായി പോയി എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചും കൂടി ദീർഘിപ്പിച്ച ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 3 എന്നുള്ളൊരു സംഖ്യ, അതിനോട് സാമ്യം വരുന്ന മറ്റ് സംഖ്യകൾ 12, 21, 30. അപ്പോൾ എങ്ങനെയാണ് 3നോട് സാമ്യം 12 ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ 1+2, 21 2+1, 30 3+0. അപ്പോൾ 3 എന്നുള്ളൊരു സംഖ്യ ഒരു മാസത്തിൽ 3 ഡേറ്റായി വരുന്നവർ, അല്ലെങ്കിൽ 12 ഡേറ്റായി വരുന്നവർ, അല്ലെങ്കിൽ 21 ഡേറ്റായി വരുന്നവർക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ 30 ഡേറ്റായി വരുന്നവർക്കെല്ലാം തന്നെ 3ൻ്റെ സ്വഭാവ രീതികൾ ഏറെക്കുറെയൊക്കെ ഉണ്ടാകും. അത് നിങ്ങളുടെ കർമ്മമേഖലകൾ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇതിനെ നോക്കിക്കാണണമെന്ന് അഭ്യർത്ഥിക്കും. അപ്പോൾ 3 എന്നുള്ളൊരു സംഖ്യ ഏത് ഗ്രഹത്തെ പ്രതിദാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് വ്യാഴനെയാണ്. വ്യാഴം വളരെ ഈശ്വരീയമായ ഒരു ഗ്രഹമാണ്, ശ്രേഷ്ഠമായൊരു ഗ്രഹമാണ്. അപ്പോൾ എന്താണ് 3, 12, 21, 30 എന്നീ ഡേറ്റുകൾ ജനിച്ചവർക്കുള്ള അവരുടെ സ്വഭാവ രീതികൾ? ഇവർക്ക് ഭരിക്കപ്പെടുന്നതിനേക്കാൾ ഭരിക്കാനാണ് താല്പര്യം. എന്നാൽ എവിടെയും ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുക, ഒരു നല്ല പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ആൾക്കാരെ നിയന്ത്രിക്കുക എന്നുള്ളതിനോട് ഒരു താല്പര്യം കാണുന്ന വിഭാഗക്കാരായിട്ടാണ് പറയാറ്. തികച്ചും അച്ചടക്കവും നിയന്ത്രണവും ജീവിതത്തിൽ പാലിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ തികച്ച അച്ചടക്കവും നിയന്ത്രണവും നീതിബോധവും ഇത് ഇവർക്ക് വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നത്. പിന്നെ ആഡംബരത്തിനും അലങ്കാരത്തിനൊക്കെ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നവരാണ്. പിന്നെ പെട്ടെന്ന് കോപം വരുന്നവരാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തരാകുന്ന ഒരു പ്രകൃതവും ഇവർക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്വന്തം അപര്യാപ്തതകൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നവരെയല്ല അവർ അതൊരിക്കലും പറയാറില്ല എന്നുള്ളതാണ്. പിന്നെ ഇവർ പലർക്കും കാണുന്ന ഒരു പ്രശ്നം, പ്രണയബന്ധങ്ങൾ അവർക്കുണ്ടാകും, പക്ഷെ അത് സക്സസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കാണാറ്. എല്ലാവർക്കും ഒന്നുമല്ല, പക്ഷെ ഭൂരിഭാഗം പേർക്കും അങ്ങനെയാണ് കാണാറ്. അപ്പോൾ 3 എന്നുള്ള സംഖ്യയുടെ സ്വഭാവ രീതികൾ ചിലത് ഞാനിവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ 3 എന്നുള്ളൊരു സംഖ്യ, അല്ലെങ്കിൽ വ്യാഴം എന്നുള്ള 3ൻ്റെ പ്രതിദാനം ചെയ്യുന്ന വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ എവിടെയാണ് കിടക്കുന്നത്? അതിപ്പോൾ കർക്കിടക രാശിയിലാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു രാശിയാണ് വ്യാഴത്തിന്. മകരത്തിലാണെങ്കിൽ അത് ദോഷമായൊരു രാശിയാണ്, നീചമായൊരു സ്ഥലമാണ് എന്നാണ് ജാതകം നോക്കുമ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ 3ൻ്റെ ഏറ്റവും പവർഫുള്ളായ മന്ത് എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്, നവംബർ, ഡിസംബർ. ഈ മാസത്തിൽ ജനിച്ചവർക്ക് വ്യാഴം വളരെ അനുകൂലമായിരിക്കും. 3ൻ്റെ ഏറ്റവും പവർഫുള്ള മന്തും അത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഫെബ്രുവരി, മാർച്ച്, നവംബർ, ഡിസംബറിൽ ജനിച്ചവർക്ക് കിട്ടും. അല്ലാത്തവർക്ക് കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴന് ദോഷമുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണ ഭഗവാനെ തന്നെ വിളിക്കുക, പ്രാർത്ഥിക്കുക.
ശ്രേഷ്ഠമാണ് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്. ഭഗവാനെ ഏതു സമയം വിളിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഗുണഫലങ്ങൾ കൂടിപ്പോവരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും 3ൻ്റെ കൂടുതൽ വിവരങ്ങളുമായി